ഹായ്, എല്ലാവർക്കും നമസ്കാരം. വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിലാണ്. പൂക്കാട്ടുപടി ആലുവ ബസ് റൂട്ടിൽ നിന്നും 300 മീറ്റർ മാത്രം അകലത്തിലായിട്ട് മനോഹരമായിട്ടുള്ള എലവേഷൻ നിർമ്മിച്ച ഒരു വീട്. 4 സെൻറ്റിലാണ് വീട് വരുന്നത്. 1800 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം വീട്. ഈ വീടിൻ്റെ എലവേഷനാണിത്. പൂർണ്ണമായും കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ബോക്സി ടൈപ്പ് ഡിസൈനാണ് വീടിന് വരുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, മുകൾ ഭാഗത്തെല്ലാം ഗ്രൂവ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയ ഡിസൈൻ. വെർട്ടിക്കൽ ഗ്രൂവ്സാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. എല്ലാം വെർട്ടിക്കൽ ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗേറ്റ് ആയാലും അതിന് മുകളിലെ ബാൽക്കണിക്കുള്ള പാരപ്പറ്റായാലും എല്ലാം ഒരു വെർട്ടിക്കൽ ഡിസൈൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗേറ്റിൻ്റെ ഭാഗത്തും ആ ഡിസൈൻ നമുക്ക് കാണാം. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന റോഡാണ്. ഇവിടെ വരെ ടാർ റോഡാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത്. 5 മീറ്റർ വിഡ്ത്താണ് റോഡിന് വരുന്നത്. ഏകദേശം ഒരു 40ഓളം വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഈ വില്ല വരുന്നത്. ഈ വില്ല ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഭാഗത്തേക്ക് 2-3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വീടിൻ്റെ പുറത്ത് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നതാണ്. വീടിൻ്റെ മതിലിൽ നിന്ന് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മതിൽ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഗേറ്റ് വെർട്ടിക്കൽ ഡിസൈനിൽ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്ലൈഡിങ് ഗേറ്റും ഒരു പെഡസ്റ്റൽ ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ കോമ്പൗണ്ടിൽ വലിയ കടപ്പ കല്ലുകളാണ് നൽകിയിരിക്കുന്നത്. ഏകദേശം 2.5 ഫീറ്റ് നീളവും ഒരു 2 ഫീറ്റ് വീതിയുമുള്ള കടപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യം ഇവിടെ അവൈലബിൾ അല്ല. അത് നമുക്കിവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ചെറിയൊരു പ്ലാന്റർ ബോക്സ് സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഗാർഡൻ സ്പേസ് കൂടി ഈ വീടിന് കണ്ടെത്തിയിട്ടുണ്ട്. വീടിനോട് ചേർന്ന് ഒരു പ്ലാന്റർ ബോക്സ് കൊടുത്തിരിക്കുന്നു. അവിടെ കലാത്തിയ പ്ലാന്റ്സ് എല്ലാം വെച്ച് അതും മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡിസൈനിൽ മനോഹരമായിട്ടുള്ള ഒരു 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വീടാണിത്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയെല്ലാം ഈ കടപ്പ കല്ലുകൾ വിരിച്ചിട്ടുണ്ട്. ഏകദേശം 1 മീറ്റർ വിട്ട് നമുക്ക് സൈഡിൽ അവൈലബിൾ ആണ്. അതുപോലെ കിണർ വെള്ളം ആണ് ഇവിടെ കൂടുതലും ഉപയോഗിക്കുന്നത്. ഇവിടെയാണ് കിണർ വരുന്നത്. ആവശ്യമുണ്ടെങ്കിൽ വാട്ടർ കണക്ഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. KW വാട്ടർ കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വീടിൻ്റെ പുറകുവശമാണ്. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ നിർമ്മിച്ചെടുക്കാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. നമ്മുടെ ക്ലയൻറ്റ് റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ എല്ലാം മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയും കടപ്പ കല്ലുകൾ ഇവിടെ നിന്നോട്ട് ഫ്രണ്ടിലേക്ക് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ താഴത്തെ നിലയിലുള്ള ഈ ഭിത്തിയിൽ മുഴുവൻ ടെക്സ്ചർ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്തൊരു ജനൽ വരുന്നുണ്ട്. അവിടെ സിമെൻറ്റ് ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു പില്ലറും കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രേ കളർ ടോണാണ് ഇതിനെല്ലാം ചെയ്തിരിക്കുന്നത്. പില്ലറിലും ഒരു നല്ല ഡിസൈൻ വർക്ക് കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെ ഫുൾ ബോഡി ടൈലാണ് സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2 സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ മെയിൻ ഡോറ് ഇതാണ്. മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്ന മഹാഗണി വുഡിലാണ്. നല്ല ഡിസൈനിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കട്ടളകളെല്ലാം പാനൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ആ വെർട്ടിക്കൽ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. കയറി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. കയറി വരുമ്പോൾ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ വുഡൻ ടൈലുകളാണ് ഒരു ഭാഗത്ത് വരുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ നല്ല ഗ്രിപ്പുള്ള മാറ്റ് ഫിനിഷുള്ള ടൈല് നൽകിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലിവിങ് സ്പേസിലാണ്. ഇവിടെ ലിവിങ് സ്പേസിൻ്റെ ഈ ഭാഗത്ത് വലിയൊരു ജനൽ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല നാച്ചുറൽ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയും ഒരു വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടെറാക്കോട്ട ജാളികൾ ഈ മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല എയർ പാസേജും ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെയാണ് TV യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു TV യൂണിറ്റ് മാത്രമാണ്. ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പാനലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ലൂവേഴ്സ് എല്ലാം കൊടുത്ത് അത് മനോഹരമാക്കിയിരിക്കുന്നു. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിവിങ് സ്പേസിൻ്റെയും ഡൈനിങ് സ്പേസിൻ്റെയും ഇടയിലായിട്ടാണ് നമുക്കിവിടെ വാഷ് കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു വാനിറ്റി കൗണ്ടർ വരുന്നുണ്ട്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു
വാഷ് ബേസിനും അവിടെ നൽകിയിരിക്കുന്നു. ലിവിങ് സ്പേസിനെയും ഡൈനിങ് സ്പേസിനെയും തിരിക്കുന്നത് ഈ കാണുന്ന സ്റ്റെയറാണ്. സ്റ്റെയർ ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. അവിടെയും ആ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്ക് തന്നെയാണ് വരുന്നത്. വുഡൻ ഹാൻഡ് റെയിലാണ് മുകൾ ഭാഗത്ത് വരുന്നിരിക്കുന്നത്. താഴെ MS ഉപയോഗിച്ചുള്ള ഡിസൈൻ വർക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡൈനിങ് സ്പേസിലാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഡൈനിങ് സ്പേസ്, ഒരുപാട് വലിപ്പം എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ കൂടി അത്യാവശ്യം നല്ലൊരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് സ്പേസ് നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. സ്റ്റെയറിനടിയിലായിട്ട് ചെറിയ ക്യൂരിയോസ് വെക്കാനുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നു. ഉള്ളിലായിട്ട് നമുക്ക് ഇൻവെർട്ടറിൻ്റെ പോയിന്റ് കാണാം. ഇവിടെ ഒരു സിമെൻറ്റ് ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്, അത് നല്ല ഭംഗിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. കിച്ചനാണ് ഇനി നമുക്ക് കാണാനുള്ളത്. ഓപ്പൺ കൺസെപ്റ്റിൽ തന്നെയാണ് കിച്ചൺ വരുന്നത്. കിച്ചണിൽ നല്ല ലൈറ്റുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിരിക്കുന്നു. അവിടെ ആ വാഷ് കൗണ്ടറിൻ്റെ മുകളിൽ കണ്ട ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരേ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ടൈല് പോലെയാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഗ്രാനൈറ്റ് ഇവിടെ നമുക്ക് മാറ്റ് ഫിനിഷുള്ള ടൈല് തന്നെ മുകൾ ഭാഗത്തും ഒട്ടിച്ചിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ആ ലൈറ്റുകൾ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയുമായിട്ട് കബോർഡുകൾ കാണാം. നമുക്ക് താഴെയും കബോർഡുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കിച്ചൺ വിൻഡോ വരുന്നുണ്ട്. വിൻഡോകൾക്കെല്ലാം സ്റ്റീൽ റാഡുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയക്കുള്ള സ്പേസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ആവശ്യമെങ്കിൽ നമുക്കൊരു വർക്ക് ഏരിയ ചെയ്തെടുക്കാവുന്നതുമാണ്. ഇതാണ് വർക്ക് ഏരിയക്കുള്ള സ്പേസ് വരുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതാണ് ബെഡ്റൂം. വലിയ ഒരു 4 പാളി ജനൽ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഒറ്റപ്പാളി ജനലും വരുന്നു. ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രിപ്പുള്ള ടൈലുകൾ തന്നെയാണ്. മാറ്റ് ഫിനിഷാണ് ടൈലുകൾക്ക് വരുന്നത്. ഇവിടെ കബോർഡുകളാണ് മറ്റൊരു പ്രത്യേകത. നല്ല മനോഹരമായിട്ടുള്ള കബോർഡ് നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ് ഡോറുകളാണ് കബോർഡുകൾക്ക് വരുന്നത്. കബോർഡുകൾക്ക് സ്ലൈഡിങ് ഡോറുകൾ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബെഡ്റൂമിൻ്റെ സ്പേസ് അത് അപഹരിക്കുന്നില്ല എന്ന് വേണം പറയാൻ. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നില്ല. ചെറിയ ലൈറ്റിങ് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇനി പോകുന്നത് ഇതിൻ്റെ ബാത്റൂമിലേക്കാണ്. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം കൊടുത്തിട്ടുണ്ട്. ബാത്റൂമുകൾക്ക് ഫൈബർ ഡോറാണ് വരുന്നത്. ഇവിടെയാണ് ബാത്റൂമും നല്ല ഭംഗിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈലാണ് ഇവിടെ വരുന്നത്. ഇവിടെ 2 ഡിഫറെൻറ്റ് കളറുള്ള ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെറ്റും ഡ്രൈയുമായിട്ട് നമുക്ക് തിരിച്ചിരിക്കുന്നത് കാണാം. ഈ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. മുകൾ ഭാഗത്ത് ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റാണ് വരുന്നത്. കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വരുന്നുണ്ട്. ഈ ഭാഗത്ത് വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിലുള്ള ഒരു ബാത്റൂം, ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ബാത്റൂം തന്നെയാണ് വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഈ വീടിൻ്റെ വർക്കുകൾ ഏകദേശം 95% അതിന് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ക്ലീനിങ് വർക്കുകൾ നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് വാർഡ്രോബ്. ചെറിയ വാർഡ്രോബാണ് ഈ ഭിത്തിയിൽ വരുന്നത്. ഇവിടെ ഒരു 4 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. എയർ പാസേജിന് നല്ല ഇമ്പോർട്ടൻസ് തന്നെ ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത് കാണാം. ടൈലുകളെല്ലാം മാറ്റ് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. ഒരേ കളർ പാറ്റേൺ ആണ് ഇവിടെ വരുന്നത്. അവസാന ഭാഗത്ത് ഷവർ, ഇവിടെ സെൻട്രൽ ഭാഗത്തായിട്ട് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, വാഷ് ബേസിൻ. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ കാണാം. അതിന് മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ, വാട്ടർ ഹീറ്റർ, എല്ലാ സൗകര്യവും ഇവിടെ ബാത്റൂമിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നമുക്ക് മുകളിൽ ഈ ഭാഗത്ത് ഫോൾ സീലിംഗ് ആവശ്യമില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട്. ഫോൾ സീലിംഗ് ഇല്ലാത്ത വീടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഈ വീടിന് ഫോൾ സീലിംഗ് ഒന്നും തന്നെ നൽകിയിട്ടില്ല. വെറും സിലിണ്ടറിക്കൽ ലൈറ്റ് മാത്രമാണ് മുകൾ ഭാഗത്തൊക്കെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് പറയാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഇത് ഡൈനിങ് സ്പേസിൻ്റെ ഭാഗമായിരുന്നു. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം. അപ്പോൾ നമുക്ക് ഇനി മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. സ്റ്റെപ്പുകളിൽ ഫുൾ ബോഡി ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്റ്റെപ്പ് തന്നെ. അധികം നമ്മൾ കാണാത്ത രീതിയിലുള്ള സ്റ്റെപ്പാണ് ഇവിടെ. ഹാൻഡ് റെയിലുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആ ടെറാക്കോട്ട ജാളികൾ കൊടുത്തിട്ടുണ്ട്. നല്ല എയർ പാസേജ് വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ ലൈറ്റും ധാരാളം വരത്തക്ക രീതിയിലാണ് വീടിൻ്റെ ഡിസൈൻ വരുന്നത്. ഇപ്പോൾ നോക്കിയാൽ അറിയാം. ഇവിടെ ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു വിൻഡോ, ഗ്ലാസ് വിൻഡോ കൊടുത്തിട്ടുണ്ട്.
ടഫൺ ഗ്ലാസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിൽ ഇങ്ങനെ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലാണ്. സെയിം ടൈപ്പ് ടൈലുകൾ തന്നെയാണ് വരുന്നത്. ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്, LED ആണ് അവിടെ വരുന്നത്. ചെറിയൊരു TV യൂണിറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ചെറിയ സ്റ്റോറേജ് സ്പേസ്. ഈ ഭിത്തിയിൽ സിമെൻറ്റ് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ അവൈലബിൾ ആണ്. താഴത്തെ ബെഡ്റൂമുകളുടെ സെയിം സ്ഥാനത്ത് തന്നെയാണ് അത് വരുന്നത്. ഇവിടെ ഒരു 4 പാളി ജനൽ, ഇവിടെ ഒരു പാളി ജനൽ വരുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇവിടെ വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബുകൾ നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെ അതേ ഫിനിഷിങ്, അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഒരേ ഫിനിഷിങ് തന്നെയാണ് ബാത്റൂമുകൾക്ക് വരുന്നത്. ഇനി 4ാമത്തെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. 4 ബെഡ്റൂമുകളുള്ള വീടാണിത്. 2 ബെഡ്റൂമുകൾ നല്ല വലിപ്പമുള്ളത്, 2 ബെഡ്റൂമുകൾ അല്പം ചെറുതുമാണ്. 4 ബെഡ്റൂം വേണ്ടവർക്ക് ഈ വീട് നല്ലൊരു ചോയ്സാണ്. ഇവിടെ വാർഡ്രോബ് വരുന്നു. ഇതാണ് ബാത്റൂം. ഇനി യൂട്ടിലിറ്റി സ്പേസ് കൂടി നമുക്ക് കാണാനുണ്ട്. യൂട്ടിലിറ്റി സ്പേസ് എവിടെയാണ് വരുന്നത്? ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. യൂട്ടിലിറ്റി സ്പേസിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. നല്ല ഗ്രിപ്പുള്ള മാറ്റ് ഫിനിഷുള്ള ടൈലാണ് വരുന്നത്. ഈ ഭാഗം കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ മുകളിലേക്ക് ടെറസിലേക്ക് പോകാനുള്ള ഗോവണി ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്ന MS-ലാണ്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഏരിയ തന്നെയാണ് ഈ അപ്പർ ലിവിങ് യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയുന്നത്. ബാൽക്കണി കൂടി കാണാനുണ്ട്. എല്ലാം നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ വെർട്ടിക്കൽ ഡിസൈൻ ഇവിടെ വരുന്നത് പാരപ്പറ്റ് സ്ക്വയർ ട്യൂബിലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലും ആ ഡിസൈൻ വർക്ക് കാണാം. മുകളിൽ സിലിണ്ടറിക്കൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മനോഹരമായിട്ടുള്ള ബാൽക്കണിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. 4 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് പൂക്കാട്ടുപടിയിലാണ്. കിണർ വെള്ളവും KW വാട്ടർ കണക്ഷനും അവൈലബിൾ ആയിട്ടുണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നതാണ്. 2 ബെഡ്റൂം താഴത്തെ നിലയിലും 2 ബെഡ്റൂം മുകളിലത്തെ നിലയിലുമാണ് വരുന്നത്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് വില്ല വരുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 300 മീറ്റർ മാത്രമാണ് ദൂരം. ഇൻഫോ പാർക്ക് ഏകദേശം 10 കിലോമീറ്റർ ആണ് ദൂരം. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ വീടിൻ്റെ വില 78 ലക്ഷം രൂപയാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങൾ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.